നമ്മളിന്ന് വെള്ളം തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകൾ നമ്മളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് 10 വർഷത്തോളം 10-12 വർഷത്തോളം ആയിട്ട് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ കാണുന്ന മലയുടെ താഴ്വാരത്തു നിന്നാണ് പൈപ്പിൽ വെള്ളം എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കളെ കൂടിയിട്ടാണ് നമ്മളിത് പൈപ്പിൽ വെള്ളം പിടിക്കാവുന്നത്. ഈ പൈപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടി പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വെള്ളം കിട്ടുന്നതിന് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൈപ്പിലെ പൊട്ടിയ വെള്ളം പോകും. ഈ കാണുന്ന തോട് വെള്ളം നല്ല രീതിയിൽ മേലെ കിട്ടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല വെള്ളം കുടിവെള്ളമായിട്ട് കിട്ടുന്നൊരു കാര്യമുണ്ട്. ആ കാണുന്ന മലയുടെ താഴ്വരയിൽ നിന്നാണ് നമ്മളിപ്പോൾ പൈപ്പിട്ട് വെള്ളം എടുക്കുന്നത്. ഏകദേശം 2 കിലോമീറ്ററോളം പൈപ്പ് പിന്നെ ഇതിനാണ് വെള്ളം എടുക്കുന്നത്. നമ്മളിന്ന് വെള്ളം തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെള്ളം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കാണുന്ന നമ്മൾ ബാക്കിൽ കാണുന്ന മല കണ്ടോ, ഈ കാണുന്ന മലയുടെ താഴ്വരയിൽ നിന്നാണ് നമ്മളിപ്പോൾ വെള്ളം എടുക്കുന്നത്. പൈപ്പിട്ടിട്ട് ഹോസ് ഇട്ടിട്ട് വെള്ളം എടുക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ഇതിലേക്ക് ആനശല്യവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട്, ആനയായാലും കടുവയായാലും മറ്റുള്ള മൃഗങ്ങളായാലും ശല്യങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ രാത്രിക്കായാലും പകലായാലും ഒക്കെ വെള്ളം തിരിക്കാൻ വരുന്നൊരു സാഹചര്യം നമുക്ക് നല്ലതായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടും കുറേ പൈപ്പുകളൊക്കെ ഈ 2 ദിവസം മുമ്പ് ആന വന്നിട്ട് ചവിട്ടി പൊട്ടിച്ച് കളയുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ മഴയത്തായാലും നമ്മളിന്ന് പൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഇട്ടിരിക്കുന്ന പൈപ്പാണ് ഈ കാണുന്നത്. അതുകൊണ്ട് സൈഡിൽ കൂടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് നല്ലൊരു ചന്ദനമരമുണ്ട്. ചന്ദനമരത്തിൻ്റെ തൈയാണ്, ചന്ദനമരമാണ് തുറന്നു വരുന്നത്. അതായത് നമ്മളെ തോടാണ്. ഈ തോട്ടിനുള്ളിൽ കൂടെ പൈപ്പ് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഈ തോടിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ പൈപ്പ് ഇട്ടിരിക്കുന്നത്. ഈ പൈപ്പ് ഇങ്ങനെ പോയി ആ തോട് മുറിച്ചാണ്. നല്ല രസമുള്ള നല്ല പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. കുച്ചേരി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പൈപ്പ് കിട്ടിയിട്ട് വെള്ളം കൊണ്ടുവരുന്നത്. കാട്ടിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് നമ്മളെല്ലാവരും. ഇങ്ങനെ കാടുണ്ട്. അപ്പോൾ എവിടെ ആന ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആനയോ കടുവയോ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവുക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും ഇന്നലെ രാത്രി അടക്കം ആന വന്നതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ തോന്നിൽ സുഹൃത്തുക്കളിങ്ങനെ കടന്നു വന്ന് പോവുകയാണ്. പൈപ്പൊക്കെ കഴിഞ്ഞ് 2 ദിവസം ആന വന്ന് ചവിട്ടി കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ പോയി പൈപ്പ് നേരാക്കി കൊണ്ടുവരണം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. നമ്മളെ പൈപ്പൊക്കെ ചവിട്ടി പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഇതെല്ലാം പൊട്ടിച്ചതാണ്. നമ്മൾ 2 ദിവസം മുമ്പ് വന്ന് കെട്ടിയതാണ്. കെട്ടിക്കഴിഞ്ഞിട്ടും നേരമായിട്ടില്ല. കുറച്ച് വെള്ളത്തിൻ്റെ ഫോഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇത് നല്ല രീതിയിൽ പിന്നെ കെട്ടി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് വെള്ളം. ആ കാണുന്നൊരു ചെങ്ങായി ഉണ്ടോ, ആ സുഹൃത്ത്, അയാൾ പിന്നെ കൂണ് തപ്പതാണ്. കൂണ് നമ്മൾ 2 ദിവസം മുമ്പ് ഇടിയും ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കൂണ് തപ്പതാണ് നമ്മുടെ കൂടെ വന്നിട്ട് കേട്ടോ. ഇതെല്ലാം കണ്ടോ, നമ്മളെ പോകുന്ന വഴികളൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളാണ്. ചതുപ്പ് നിലങ്ങളാണ്. ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിയല്ല, ചതുപ്പായിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്നാലും താണുപോകാതൊക്കെ നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കേട്ടോ. ഇതായി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചതുപ്പിലാണ്. അണ്ണിക്കണ്ടങ്ങളാണ്. ഇതെല്ലാം ഓരോ പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളൊന്നും ഇപ്പോൾ കൃഷി ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആന ശല്യവും മൃഗങ്ങളുടെ ശല്യം കൊണ്ട് തന്നെയാണ് മെയിനായിട്ടും കൃഷിയൊന്നും എടുക്കാൻ പറ്റാതെ കിടക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ വ്യക്തികളുടെ സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു കാരണവശാലും ഇവിടെ കൃഷി എടുക്കാൻ പറ്റാതെ എല്ലാവരും ഒഴിവായി പോയിക്കൊണ്ടിരിക്കുക. സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടിരിക്കുന്നതാണ്. എന്നാലും ആർക്കും കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ ഇവിടെ നല്ല പണ്ടത്തെ കാലങ്ങളിലൊക്കെ കൃത്യമായി കൃഷി എടുത്തുകൊണ്ടിരിക്കുന്നത്, നെൽകൃഷി എടുക്കുന്ന വയലുകളാണ്. ഇപ്പുറത്ത് മുകൾ ഭാഗമെല്ലാം കാണുന്നതൊക്കെ, മുകൾ ഭാഗത്തെല്ലാം കാണുന്നത് അങ്ങനെ കൃഷി എടുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഒട്ടും തന്നെ കൃഷി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ
നമ്മൾ ചെളിയാണ് ഇതെല്ലാം, ചെളിയായിട്ട് അണ്ണിക്കണ്ടകൾ അങ്ങോട്ടും നമുക്കങ്ങനെ കടന്നു ചെല്ലാൻ കഴിയില്ല. കാരണം ചിലപ്പം താഴ്ന്നു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ആ മല കണ്ടോ, എല്ലാവരും കാണുന്നുണ്ട് അല്ലേ? ആ കാണുന്ന മലയുടെ താഴ്വാരം ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇതിലൊക്കെ നല്ല രീതിയിൽ പിന്നെ മൃഗങ്ങളെ ശല്യവും മറ്റുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആന വന്നിട്ടും മറ്റുള്ള മൃഗങ്ങളൊക്കെ വന്നിട്ട് പൈപ്പെല്ലാം പൊട്ടിച്ചിരുന്നു. കാട്ടുപന്നി പൈപ്പ് കടിച്ചു മുറിച്ച് വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടത്താറുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം എത്തിക്കുക എന്നുള്ളത്. എന്നാലും ചില ആൾക്കാർ വിചാരിക്കും ഇവർക്കൊരു കിണർ വൃത്തിയാൽ പോലെ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ വെള്ളം എന്ന് പറയുന്നത് അത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. 10, 12, 13 വർഷം കഴിഞ്ഞിട്ട് വർഷത്തോളം ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുന്നതാണ്. വേറൊരു പിന്നെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വെള്ളമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ഉപയോഗിക്കുന്നത്. ഇതാണ്ടോ, എല്ലാവരും ഇത് കാണുന്നുണ്ടാവും അല്ലേ? നമ്മൾ പണ്ടൊക്കെ കൃഷി എടുത്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ ഏറുമാടൊക്കെ കെട്ടി മൃഗങ്ങളെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട്, ആനകളെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറുമാടം കെട്ടിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഫോറസ്റ്റിനോട് ചേർന്ന ഭാഗങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഓരോ വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. ആ വ്യക്തികളാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ യാതൊരു വിധത്തിലെ കൃഷിയും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവര് വെള്ളം നോക്കാനും ഞാൻ ഭൂമി നോക്കാനും വെള്ളം വന്ന് പോയിന്റ് കിടക്കുന്നതാ. അടുത്ത് കാട്ടിന്റെ പുറത്തായിരുന്നു, ഇനി കാട്ടിന്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ്. വൻ ഡേഞ്ചറായ സ്ഥലത്ത് കൂടിയാണ് പോകുന്നത്. ആന ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കാം, ആന ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ഇതാണ് അവസ്ഥ. എന്തോ മൃഗമാണോ പന്നിയാണോ ആനയാണോ എന്തോ പോയി കയറിയിട്ടുണ്ട്. പൈപ്പ് വന്നിട്ടുള്ള വരാത്തോണ്ടേ പൈപ്പ് വന്നാലും നമുക്ക് ജോലി എടുക്കുന്നത്. ഈ മരങ്ങൾ കേട്ടോ, ചിലപ്പോൾ ഈ പൈപ്പ് മരത്തിനടിച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അതൊക്കെ ആന വന്നിട്ട് ചവിട്ടി പിന്നെ കുഴിയാക്കി വെച്ചതാണ്. അതിലൊക്കെ താണുകാണ് പോകുന്നുണ്ട് നമ്മള്. വഴി ഉണ്ടോ? അതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായി, ഇവിടെ പോകാനുള്ള ഒരു ഗ്യാപ്പ്. ഈ ഇതിൻ്റെ ഉള്ളിലാണ് മറ്റേ ചങ്ങായി മരിച്ചത് വർക്ക് ചേട്ടാ. ഇത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നമ്മള് ആദ്യമേ പണ്ട് മുതൽക്കേ വിറകെല്ലാം കൊണ്ടുവന്നിട്ട് നമ്മള് കൂപ്പിലേക്ക് ചെറുപ്പകാലങ്ങളിൽ വിറക് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കുക. ഇവിടെ കൊണ്ടുവന്ന മൈതാനം പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ മൈതാനങ്ങൾ പോലത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ എന്താ തിരിച്ച് വിറക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു 3-4 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടാണ് വിറക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കാട്ടിലേക്ക് വരുന്നത് കേട്ടോ. അതാണ് നമ്മൾ കാണിച്ചു തന്നത്. ഇതൊക്കെ കാടാണ്, ഇതൊക്കെ വലിയ കാടാണ്. ഇതിലൊക്കെ ആനയും ഇപ്പൊ തന്നെ നമ്മൾ ഒരു പന്നിയുടെ മുമ്പിൽ പെട്ടു. പക്ഷെ നമ്മൾ ഭാഗ്യം കൊണ്ട് ഇയാൾ കഴിച്ചതാവുക ഇതേ. ഒരാളിതാ കയറി പോകുന്നത്, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്നുണ്ട്. ഏതാ വഴിയെന്നൊന്നും ആർക്കും നിശ്ചയമില്ല. ഒരുപാട് കാലമായി ഈ വഴിക്കെല്ലാം വന്നിട്ട്. പക്ഷെ വെള്ളം നോക്കാൻ വേണ്ടി ഇടയ്ക്ക് വരുന്നതല്ലാതെ നമ്മൾ ഇങ്ങോട്ടൊന്നും എത്തലില്ല. കാരണം വെള്ളം നമുക്ക് അധികം ഇങ്ങനെ പണിമുടക്കാറില്ലാത്തതാണ്. സ്ഥലത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങുകയാണേ, കാണിക്ക് തോട്ടിലേക്ക് ഇറങ്ങുകയാണേ. ഇവിടെ എന്താവുന്നറിയില്ല. ആനയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ ഞങ്ങൾ കയറി വരും. ഇവിടെയൊക്കെ വാടാ ഇറങ്ങിക്കോ. ഇവിടിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. കണ്ടില്ലേ നമ്മളെ സ്ഥലങ്ങളായി മാറി. ഇതൊക്കെ ഇങ്ങനെ കല്ല് കെട്ടി നോക്കിയിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ വണ്ടി കെട്ടുന്നത് കെട്ടിയിട്ടിരിക്കുന്നതാണ്. അതൊക്കെ
ഇതിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ എവിടെ എത്തും അട്ട കടിക്കുന്നുണ്ട് ഒരു വശത്ത് കൂടെ. എല്ലാവർക്കും അട്ട കടിയൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട്. വീഡിയോസ് കണ്ടില്ലേ, നമ്മൾ പോകുന്ന വഴികളാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പോകാതിരിക്കാനും പറ്റില്ല. അത് ഓർത്തിടുക, പോകാതിരിക്കാനും പറ്റില്ല. കാരണം വെള്ളം എന്നുള്ളൊരു അടിസ്ഥാന ഘടകം ഭയങ്കര പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ പോകുന്നത്. ഇതൊക്കെ തോടൊക്കെ ഇതിലൊക്കെ ഒരുപാട് കാലങ്ങളായി വരാത്തത് കൊണ്ട് നമുക്കിതൊന്ന് കൃത്യമായിട്ട് അറിയില്ല. ആന ഉണ്ടോന്ന് സംശയമുണ്ട്. ഇതുണ്ടോ ആന ചവിട്ടി പോയത്? ഇതെപ്പോൾ പോയതാ നോക്കി നോക്കണം. ഇന്ന് പോയതാണോ? ആന നോക്കി പോകണം. നമുക്കിതിലേക്ക് ആന ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നമ്മളെന്തായാലും പോയി നോക്കുന്നുണ്ട്. ആന ഉണ്ടെങ്കിൽ ഓടിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതൊന്നും ചവിട്ടാൻ പറ്റില്ല, അതുപോലെ ചെളിയായി കിടക്കുന്ന സ്ഥലങ്ങളാണ്. കൈതക്കാടുകളാണ്, മുഴുവൻ കൈതക്കാടുകളാണ്. ഈ വെള്ളമാണ്, ഇതുണ്ടോ ഈ വരുന്ന വെള്ളം കണ്ടോ, നല്ല നീരുറവ വരുന്ന വെള്ളം കണ്ടില്ലേ? ഇതാ ഈ വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളങ്ങളാണ്. കണ്ടോ നമുക്ക് വെള്ളത്തിൻ്റെ കാലിൽ അട്ട കയറി കടിച്ചതാണ്. അട്ട കയറി കടിച്ചിട്ട് പൊക്കോളും നല്ല അടിപൊളിയായിട്ട് കടിച്ചിട്ടുണ്ട്. ഇത് കുഴപ്പമൊന്നുമില്ല. എന്നാലും അട്ട അതാണ്ട അട്ടയാണ്. ഇതൊക്കെ അട്ട എടുക്കുന്ന സീനുകളാട്ടോ. അട്ട കടിച്ചിട്ടുണ്ട്, പലരെയും അട്ട കടിച്ച് നല്ല വൃത്തിക്ക് കടിച്ചിട്ടുണ്ട്. ആ കടിച്ച അട്ടകളെ പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് നമ്മളിപ്പോൾ. ഇനി അങ്ങനെ ആ അട്ടയെ എടുത്ത് കളഞ്ഞ് നമ്മൾ അടുത്ത പണിയിലേക്ക് കടക്കാൻ പോവുകയാണ്. പൈപ്പുകൾ പൊട്ടിയതുണ്ട്, ആ പൈപ്പുകളൊക്കെ ഒന്ന് നേരാക്കി പൊട്ടിച്ച് കൊണ്ടുപോയാലേ ഈ വീട്ടിലേക്കൊക്കെ എല്ലാവരും നമ്മൾ 7 വീട്ടുകാർ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലേക്കുള്ള വെള്ളത്തിനെങ്കിൽ ഇപ്പോൾ ആ പൈപ്പ് ജോയിൻ്റ് അടിച്ചാൽ മാത്രമേ. വീഡിയോ ഒന്ന് സൂം ചെയ്ത് നോക്കാം. നമുക്ക് അലേൻ്റെ മുകളിൽ ആനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സൂം ചെയ്ത് നോക്കാം. പരമാവധി സൂം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഉണ്ടെങ്കിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ചെറിയ കോടയൊക്കെ ഉള്ളത് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വലിയ ക്ലിയർ ആയിട്ട് കിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. വടിയായിരുന്നു നല്ലത്. വടി രാവിലെ എന്താ ചോദിച്ചാ? എന്താ സ്പെഷ്യൽ രാവിലെ? ഞാനോ? കഞ്ഞി. കഞ്ഞിയാ? കഞ്ഞി എന്താ മൂടല്ലേ? കഞ്ഞി ഇപ്പൊ മമ്പയറുണ്ടെങ്കിൽ അത് മതി. കഞ്ഞിയും മമ്പയറല്ല, കഞ്ഞിയും കോവക്ക തോറും. ഈ കഞ്ഞി ചെറുപയർ തോരണോ അല്ലെങ്കിൽ മമ്പയർ തോരണ്ടോ? അത് മതി. ഇട്ടില്ല കഞ്ഞിക്ക് കുറച്ച് ഉപ്പൂടി ഇട്ടാൽ ആഹാ. കഞ്ഞിക്ക് കുറച്ച് ഉപ്പൂടി പകർന്ന് ഇട്ടിട്ട് പപ്പടം വേണം അല്ലേ? പപ്പടം കൊണ്ട് കട്ടല്ലേ? ചുട്ട പപ്പടം ഉണ്ട് സൈഡിൽ വെക്കുക. അച്ചാറും കുറേ നേരം കത്തിച്ചു. കട്ടോ അയ്യോടെ വെച്ചോ. അയ്യോടെ കൊണ്ടുപോയി അവിടെ ഒഴിവാക്കി വിട്ട അവിടെ ഊറ്റിടണം. ഒരു കമ്പ്യൂട്ടർ എന്താറിയോ, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടി വലുപ്പം കൂടുതലാണ്. മതിയോ? പോരാൻ പോലോട്ടെ. ചെറുതായി പോയില്ലടത്. തൊലി എത്താണ്ട് വെക്ക്. ചിലപ്പോൾ അപ്പം അത്രയും കട്ടി കുറയില്ലോ.
ഒരിക്കോ മഴ പെയ്യും. പൈപ്പിൽ വെള്ളം തീരുന്നു. അവിടെ വെള്ളം തീർന്നു. പിന്നെ നിറഞ്ഞ് മെല്ലെ വെള്ളം. ഒരു വട്ടം അങ്ങനെയല്ല പറ്റിയ, അവിടെ ഇങ്ങനെ പൈപ്പ് വിട്ട് വിട്ട് വെള്ളം ഫുള്ളും തീർന്നു. നമ്മൾ കുളത്തിൽ പോയി നോക്കുമ്പോൾ വെള്ളം തീർന്നു. എന്താണെന്ന് അറിയാം അതിൻ്റെ പ്രശ്നം തരാം. അത് ഒരു പ്രാവശ്യം മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടറല്ലേ ഞാൻ പറഞ്ഞേ. ഇതില് ഈ ആ ട്യൂബ് ജസ്റ്റ് കുറ്റി കൊടുത്താൽ പോരെ? ഇല്ല, എന്നാലും വീക്കൂടെ ട്യൂബിന് ഏകദേശം 2 മാസം ആയി പോലില്ലല്ലേ. അത് അതിന് കട്ടം കുടിച്ചാണ് കേട്ടോ. അത് ലക്ഷം കുടിച്ചുള്ള കട്ട ഇതോ അതിൻ്റെ വേണ്ട വേണ്ട പൈപ്പ് പത്രം. നീ എങ്ങനെയൊക്കെയാ ഫോൺ പിടിച്ചേക്കണം ഇതിൻ്റെ മഴയുള്ള ദിവസമല്ലല്ലോ അതുണ്ട്. ഇത് നമ്മൾ ഉണ്ടല്ലേ. പിന്നെ താഴത്തെ ആ ജോയിൻ്റെ പ്രശ്നമുള്ളൂ, അതും കേട്ടേണ്ടി വരൂലേ? അത് ഒരുക്കി കയറ്റണം. എത്തുമോ? അതെല്ലാം ഒരുക്കി കയറ്റണം. എത്തേണ്ടതാണ് നമ്മളിപ്പോൾ ഈ പൈപ്പ് എടുത്തിടും അങ്ങോട്ടേക്ക്. അവിടെ റെഡ്യൂസ് ചെയ്തിട്ട് അവിടെ റെഡ്യൂസ് ചെയ്ത് വെച്ചില്ലായിരുന്നോ? അതിലേക്ക് മാറ്റി. ഇതിൽ ചുരുക്ക് ഒരു സൈഡ് മാത്രമേ കൊണ്ടോ പടിയുണ്ട്. പിടിച്ചോ പിടിച്ചോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് 2 റോഡ് മേടിക്കാം നമുക്ക്. 2 റോഡ് ചെയ്യാം. 200 മീറ്റർ ഏതാക്കുക ഈ പൈപ്പ് ആക്കുക. മറ്റേ മണ്ണിൽ കയറിയിട്ടില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ പൈപ്പിൻ്റെ പണി നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആ വെള്ളം ഏകദേശം ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ വെള്ളം വെള്ളം അത്യാവശ്യം നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. കുഴപ്പമില്ല. നമ്മളെ കാട്ടിലേക്ക് പോയാലും കുറച്ച് അട്ടകടിയെല്ലാം കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്, വേറൊരു കുഴപ്പമില്ല. നല്ല മഴയായിരുന്നു, മഴ പെയ്തു. കുറച്ചെങ്കിലും മഴയൊക്കെ നനയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. ഇതാ എത്തിയിരുന്നു. അതോടുകൂടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാം കേട്ടോ. ഇതാ കൂട്ടോട്ടെ. ഓക്കെ. ഇല്ല മധുരണ്ട്. ഉണ്ടോ? ഒരു ദിവസം ഉണ്ടോ?